ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവ്യവരിയ മിനിസ്ട്രിയുടെ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളോട് പങ്കുവെക്കാൻ പോകുന്ന 2 തെസ്സലോനി 2:2 2-ാം അധ്യായം 2-ാം വചനം. നമ്മൾ ഈ വചനം, എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ചിലപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ഈ വചനത്തെക്കുറിച്ച് അധികം തീക്ഷ്ണമായി ചിന്തിക്കുകയോ ഗ്രഹിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പം പലരും ഈ വചനങ്ങൾ ഇങ്ങനെ ബൈബിൾ വായിക്കുന്ന കൂടെ വായിച്ച് കടന്നു പോയിട്ടുണ്ടാവും. ഈ പറയുന്ന ഞാനും ചിലപ്പോൾ പലപ്പോഴും അങ്ങനെ ആയിരുന്നിരിക്കാം. പക്ഷേ ഈ അടുത്ത കുറേ ദിവസങ്ങളിൽ ഞാൻ ഈ വചനം വായിക്കുമ്പോൾ ഈ വചനം തന്നെ എനിക്ക് കിട്ടാനും ഞാൻ ഈ വചനം വളരെ അടിസ്ഥാനപരമായി വിലയിരുത്തി നോക്കുവാനും ഒക്കെ തയ്യാറായപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആത്മാവിൽ കടന്നു വന്നൊരു പ്രചോദനമാണ് ഈ വചനം കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ഇത് ഈ കാലഘട്ടത്തിലൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. ശരിക്കു പറഞ്ഞാൽ പലരും പല ഈ ക്രിസ്ത്യൻ വിശ്വാസങ്ങളിലുള്ളവരും ലോകത്തെക്കുറിച്ചും ലോകനാശത്തെക്കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും അങ്ങനെ ഇങ്ങനെ ഒത്തിരി അതും ഇതൊക്കെ സംസാരിക്കുന്നുണ്ട്. കുറേയൊക്കെ അവരുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളും കുറേയൊക്കെ ദൈവികവുമാകാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. പൂർണ്ണമായി അതൊന്നും ദൈവികമാണെന്ന് ഞാൻ പറയാനും തയ്യാറല്ല. ഇനിയാണെന്ന് അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എതിർക്കുന്നുമില്ല. പക്ഷേ ദൈവികമായ ചില സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ക്രിസ്തുവിനെ വിശ്വസിക്കുകയും ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ക്രിസ്ത്യാനി വളരെ അധികമായി മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടം നമ്മളിൽ കടന്നു വന്നിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ വചനം പറയുന്നതനുസരിച്ച് ഇന്നത്തെ നമ്മുടെ ജീവിത രീതികളും ലോകത്തിൻ്റെ ക്രമങ്ങളും ശരിക്ക് നമ്മളെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വചനം പറയുമ്പോൾ ഇത് മുഴുവൻ വിശുദ്ധമായി നിങ്ങളോട് പറയുന്നില്ല. കാരണം ഇത് വിശുദ്ധമായി പറയണമെങ്കിൽ ഇതൊക്കെ മണിക്കൂറുകൾ പറയാനുള്ള ഒരു വിഷയമാണ്. അതിനുള്ള അത്രയും കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട് താനും. അത്രയും വിശദീകരിക്കാൻ പോയിട്ട് നമ്മൾ 2 മിനിറ്റ് ഇത് പറഞ്ഞാൽ ഇത് കേൾക്കാൻ ആൾക്കാർക്ക് മനസ്സിലായില്ല. എങ്ങനെയും രക്ഷപ്പെടുക, ഈ ലോകത്തിൽ നിലനിൽക്കുക, വെള്ളം ഉണ്ടാക്കുക, ക്ലിയർ ചെയ്യുക, അതിനെന്തെങ്കിലും വീഴ്ച വരാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളൊരു ചിന്താഗതിയെ മനുഷ്യനുള്ളൂ. അല്ലാതെ മനുഷ്യന് ദൈവത്തോടൊന്നും വലിയ താല്പര്യമുള്ളവർ വളരെ ചുരുക്കമുള്ളൂ. ക്രിസ്തുവിനെ അറിയുന്നവനും ക്രിസ്ത്യാനിക്കും ഒക്കെ അത്രേ ഉള്ളൂ. നിസ്സാര സമയം മാത്രമേ ഉള്ളൂ അവന് സമയമില്ല തമ്പുരാനെ അറിയാൻ. അവന് സമയം വരുന്നതിന് വെച്ചാൽ അവൻ്റെ പിടിച്ചു നിൽപ്പ് മുഴുവൻ തകർന്നു കഴിയുമ്പോൾ അവന് കുറച്ച് നാളത്തേക്ക് സമയം കിട്ടും. അതിലെങ്ങനെയും ഒരു രക്ഷ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞു. പിന്നെ വിളിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ ഒക്കെ കണക്കാണ്. അത് മനുഷ്യൻ്റെ ഒരു സ്ഥിതി അങ്ങനെയാണ്. ഇപ്പോഴല്ല, പണ്ടും അങ്ങനെ തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന പലരും ഈ പേഴ്സണൽ പ്രയറുകളിലേക്കൊക്കെ ഒതുങ്ങുന്നതിൻ്റെ കാരണം, നല്ല നല്ല മനുഷ്യർ ഒത്തിരി പേര് ഈ പേഴ്സണൽ പ്രയറുകളിലേക്കും സ്വതന്ത്രമായ പ്രാർത്ഥനകളിലേക്കും ഒറ്റയ്ക്കിരുന്നുള്ള ധ്യാനവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഒതുങ്ങുന്നത് ഈ മനുഷ്യരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാനും ഒത്തിരി അത് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം മനുഷ്യൻ വെറും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നടക്കുന്നവനും അവന് ദൈവത്തോട് യാതൊരു പ്രതിബദ്ധതയില്ലാത്തവനുമാണ്. കാരണം ജീവിതത്തിലെ നിലനിൽപ്പുകൾക്ക് വേണ്ടി കരയുകയും യാചിക്കുകയും അതിൽ നിന്ന് ദൈവം സംരക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്ത നിരവധി ആൾക്കാരെ കാണുമ്പോഴും അവരുടെ പിന്നീടുള്ള പ്രവൃത്തികൾ കാണുമ്പോഴും ഈ സെയിം ലെവലിലാണ് മനുഷ്യൻ ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ വളരെ ദുഃഖമാണ്. ഈ ശുശ്രൂഷ കൊണ്ട് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ദൈവികതയല്ല എന്നും ദൈവത്തോടുള്ള ഇഷ്ടമല്ല എന്നും അവരുടെ നിലനിൽപ്പ് മാത്രമാണെന്നും ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഒരു ശരിക്കും പറഞ്ഞ ഒരു കൗടി നിരത്തുകാരനെ പോലെയും ഒരു ശാസ്ത്രം പറയുന്നവനെ പോലെയും ഉള്ളവൻ്റെ റോളിലേക്ക് ചുരുക്കപ്പെടുന്നു. അവിടെ ദൈവികത നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ എന്നെയൊക്കെ ഒത്തിരി ഹൃദയഭേദകമായി വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാരുടെ നൊരോളികൾ എത്ര ആഴത്തിലാണെന്ന് പറഞ്ഞാലും അത് നമ്മുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നതനുസരിച്ച് അതിൻ്റെ വില ഇത്രേ ഉള്ളൂ എന്ന് നമ്മുടെ ജീവിതത്തിലൂടെ പഠിക്കുകയാണ്. മനുഷ്യരിൽ നിന്ന് ദൈവത്തിന് സാന്നിധ്യമില്ല, അവരുടെ നിലനിൽപ്പിന് മാത്രമേ സാന്നിധ്യമുള്ളൂ എന്നുള്ളത് പൂർണ്ണവുമാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വചനം വളരെ അനിവാര്യമാണെന്ന് പറഞ്ഞാൽ ലോകത്തിൽ കിടന്നു വരുന്ന നാശങ്ങൾ, തകർച്ചകൾ, ശുശ്രൂഷ രീതികൾ, പ്രാർത്ഥനാ രീതികളെല്ലാം ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയാൽ വളരെ കറക്റ്റായിട്ട് ഈ വചനം പറയുന്ന രീതിയിൽ നമ്മുടെ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സംശയമൊന്നും ആർക്കും വേണ്ട. നമ്മളെ പ്രാർത്ഥനയിലേക്ക് നയിക്കുന്ന വ്യക്തികളാണെങ്കിലും പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും പ്രാർത്ഥനാ കേന്ദ്രങ്ങളാണെങ്കിലും എല്ലാവരും ഇന്നത്തെ കാലഘട്ടത്തിൽ ഉന്നം വെക്കേണ്ടത് മനുഷ്യൻ്റെ അത്ഭുത സിദ്ധികളിലും അടയാളങ്ങളിലേക്കുമല്ല, വരുന്ന മനുഷ്യൻ്റെ ആത്മാവിനെ നിലനിർത്തുന്നതിന് വേണ്ടി എന്ത് പ്രക്രിയ ദൈവത്തിലൂടെ ചെയ്യണമെന്ന ആത്മാവിലുള്ള ദർശനത്തിലേക്കാണ് അവർ നയിക്കപ്പെടേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ കാലഘട്ടം ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ലോകത്തിൻ്റെ യാത്രകളും ആ ലോകത്തിൻ്റെ ജീവിത ശൈലികളും പ്രവർത്തനങ്ങളും ലോക നേതാക്കളുടെ പ്രവൃത്തികളും ഒക്കെ കണ്ടാൽ അറിയാം. കാരണം ലോകം ഇന്ന്
പഴയ രീതിയിലല്ല, എങ്ങനെ നിലനിന്നോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു രീതിയിൽ രാജ്യങ്ങളും ലോകങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നൊരു പൂർത്തീകരണം ചിലപ്പോൾ രാജ്യത്തിന് ഉണ്ടാകണമെന്നില്ല. കാരണം പലയിടത്തും ചില മാറ്റങ്ങൾ മാത്രം വരാം, പക്ഷെ അതിനൊരു പൂർണ്ണത ഒരിടത്തും ഉണ്ടാകുകയില്ല. കാരണം ലോകക്രമത്തിൽ വചനം പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കാൻ പോകുന്ന ചില സത്യങ്ങളുടെ തുടക്കങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് മനുഷ്യൻ വിലയിരുത്തുക തന്നെ വേണം. കാരണം ഇന്ന് നടക്കുന്ന പല പ്രബോധനങ്ങളും ദൈവികമാണെന്ന് പറയുന്നെങ്കിലും അത് ദൈവികമല്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ട വരും. അതുപോലെ ഇന്ന് നടക്കുന്ന പല മനുഷ്യന്റെ തോന്നലിലുള്ള പ്രതീക്ഷീകരണമല്ല എന്ന് നമ്മൾ വിശ്വസിക്കേണ്ട വരും. കാരണം പലതിലും അസത്യവും സത്യസന്ധതയില്ലാത്തതും നേട്ടങ്ങളും ഉണർവുകൾക്കും വേണ്ടി മനുഷ്യനെ വരുത്തിക്കൂട്ടുന്ന ചില പ്രക്രിയകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമായ സത്യങ്ങളാണ്. പ്രാർത്ഥനയിലൂടെ നമുക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്കിതിലെ സത്യങ്ങളും അസത്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ കുറയോടെ ദൈവികതയിലേക്ക് അടുക്കുകയും വചനം പറഞ്ഞതനുസരിച്ചാണോ തൻ്റെ ജീവിതവും ജീവിതശൈലികളും പോകുന്നതെന്ന് വിലയിരുത്തുകയും ചെയ്യണം. അങ്ങനെ വിലയിരുത്തുന്ന മനുഷ്യനിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ ആണോ അല്ലയോ എന്നുള്ള തിരിച്ചറിവിൻ്റെ വിവേകത്തിൻ്റെയും ആത്മാവിനെ ദൈവം നിക്ഷേപിക്കുകയുള്ളൂ. അവന് മാത്രമേ ഇനി വരുന്ന കാലഘട്ടത്തിൽ ദൈവികതയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ദൈവത്തിൻ്റെ പ്രഭയാലും ദൈവത്തിൻ്റെ ശക്തിയാലും നടക്കുന്നു എന്ന് കാണിക്കുന്ന തെറ്റായ നടപടിക്രമങ്ങൾ ഒത്തിരി ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു മനുഷ്യനെയോ അവൻ്റെ ആത്മാവിനെയോ ദൈവത്തിന് കിട്ടാൻ പരുവത്തിനുള്ള ഒരു പ്രവൃത്തികളോ ക്ലാസ്സുകളോ തിരിച്ചറിവുകളോ ആരും കൊടുക്കുന്നില്ല. എല്ലാവരും അവരുടെ വിഷയങ്ങളെ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥയാണ്. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ മീഡിയകളൊക്കെ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്നു. പക്ഷെ അതൊന്നും ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിധേയമാക്കിക്കൊണ്ടല്ല പലരും ദൈവികതയിൽ ജീവിക്കുന്നവർ പോലും ഉപയോഗിക്കുന്നത്. അതിനെയെല്ലാം ലോകത്തിൻ്റെ പദ്ധതിയിൽ അവർക്ക് എങ്ങനെ ഉയർച്ച കിട്ടാമെന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ആ പറയുന്ന വാക്കുകളിൽ നിന്നോ പ്രവൃത്തികളിൽ നിന്നോ ദൈവത്തിന് ആത്മാവിനെ കിട്ടുന്നതോ അടിസ്ഥാനപരമായി ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നതോ ആയ ഒരു ശക്തി അവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ശക്തി പകർന്നു കൊടുത്താൽ മാത്രമേ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളിലും കോട്ടങ്ങളിലും പിടിച്ചു നിൽക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന മനുഷ്യകുലം നമ്മുടെ കൂടെ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം ഏത് നിലപാടുകൾ ഉണ്ടാകുമ്പോഴും അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ ദൈവത്തിൻ്റെ പദ്ധതികളെ എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രവൃത്തികളും ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ക്രിസ്തുവിനെ അറിയുന്നവർ ഈ വചനം വിലയിരുത്തി വായിച്ചാൽ തീർച്ചയായും അവർക്ക് തന്നെ സ്വയമേ ആത്മാവിൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇന്ന് എന്ത് സംഭവിക്കുന്നു, ഇന്ന് എന്താണ് ലോകത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ചെയ്യേണ്ട ഏക പ്രവൃത്തി 2 തെസലോണി 2-ാം അധ്യായം എടുത്തിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ, വിലയിരുത്തിയാൽ എന്താണ് ഭൂമിയിൽ ഇന്ന് സംഭവിക്കുന്നത്. പലതും പിടിച്ചു നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതികൾ കൊണ്ട് തന്നെയാണ്. ദൈവം എപ്പോൾ അവന് സ്വാതന്ത്ര്യം കൊടുക്കുന്നോ ആ നിമിഷം അവൻ അലറുന്ന സിംഹത്തെ പോലെ മനുഷ്യന്റെ മുകളിൽ ചാടി വീഴും. എന്നാൽ അവനെ ദൈവത്തിൻ്റെ ഒരു നിശ്വാസം കൊണ്ട് ദൈവത്തിന് നിർത്താൻ പറ്റും എന്നും വചനം പറയുന്നു. പക്ഷേ അവനെ തുറന്നു വിട്ടിരിക്കുന്നു. അവന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല. എന്നാൽ അവൻ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരും എന്ന വ്യക്തത വരുന്നു. കാരണം അവിടെയാണ് പറയുന്നത്, ഞാൻ ഭൂമിയിൽ കടന്നു വരുമ്പോൾ വിശ്വാസമുള്ള ഒരു തലമുറ ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള പല ഫൈറ്റിങ്ങുകളെയും മനുഷ്യൻ ഈ ഭൂമിയിൽ അതിജീവിക്കേണ്ടതായിട്ട് വരും എന്ന് ദൈവം വചനത്തിലൂടെ പറയുന്നു. അപ്പോൾ ഈ വചനത്തിലൂടെ പറയുമ്പോൾ ഒരു ക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ടത് വലിയ വലിയ ഫൈറ്റിങ്ങുകളെയും വലിയ വലിയ വിശ്വാസ ത്യാഗങ്ങളെയും വിശ്വാസത്തെ നശിപ്പിക്കുന്നതായ അവസ്ഥകളെയും ഒക്കെ നമ്മളിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ നേതൃത്വങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ എത്രത്തോളം ആഴത്തിൽ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിലകൊള്ളണമെന്നും നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ട കാലഘട്ടത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ കടന്നു പോകുന്നത്. കാരണം നമ്മളുടെ തലമുറ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോകാം, പക്ഷേ വലിയ കാലപ്പഴക്കമില്ലാതെ ലോകത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ ചെറുതായിരിക്കില്ല, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലുതായിരിക്കും. കർത്താവിൻ്റെ ഒരു തുറന്നുവിടലുണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിട്ട് തുറക്കുന്ന ഒരു അവസ്ഥ. അന്ന് ഇവിടെ വിശ്വാസത്തിൻ്റെ അവസ്ഥ ഉണ്ടോ എന്നോ വിശ്വാസം നിലനിൽക്കുന്നുണ്ടോ എന്നോ നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, കിട്ടുന്ന അവസരത്തിൽ വചനം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ പറഞ്ഞ വചനമൊക്കെ എടുത്തു വായിച്ചിട്ട് ഇന്ന് ഭൂമിയിൽ നടക്കുന്ന അവസ്ഥകളും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല സത്യങ്ങളും
ദൈവികതയാണോ, ദൈവത്തിൻ്റെ സ്നേഹമാണോ, ദൈവത്തിൻ്റെ പരിലാളനമാണോ, അതെയോ തെറ്റായ നടപടിക്രമങ്ങളാണോ എന്ന് സ്വയം വിലയിരുത്തുവാനുള്ള ശക്തിയിലേക്ക് നമ്മൾ തന്നെ പ്രാർത്ഥനയിലൂടെ വളരേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഓരോ വ്യക്തികളും തന്നിലുള്ള ദൈവീകതയെ വളർത്തിയെടുക്കുന്നതിന് അതിന് വേണ്ട കുറവുകളെ ത്യജിക്കാൻ തയ്യാറാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഒന്നും കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അത് വേണ്ട എന്നോ നശിപ്പിക്കണമെന്നോ അല്ല പറയുന്നത്. അതിനെ ദൈവീകതയിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവേഷ്ടം മനസ്സിലാക്കി ഉപയോഗിക്കാനും വിട്ടുകൊടുക്കാനും തയ്യാറാകുമ്പോൾ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ പല മേഖലകളിലും ദൈവം ഇവനെ പൂർണ്ണതയിൽ തുറന്നുവിടും, അവന് വേണ്ട അനുമതി കൊടുക്കും. അന്ന് വലിയ നാശങ്ങൾക്ക് ലോക ജനത നോക്കി നിൽക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ വളരുവാനും വിശ്വാസത്തിൽ നിലകൊള്ളുവാനും ഈ വചനം സ്വയം വിലയിരുത്തി സ്വയം മനസ്സിലാക്കി പരമ്പരാഗതമായി കിട്ടിയ പ്രാർത്ഥനകളെ മുറുകെ പിടിച്ചുകൊണ്ട് പലരും പലതും പറയും. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കുക, ഇന്ന് നമ്മുടെ സഭയിലേക്ക് 2 വിശുദ്ധരെ ദൈവം തന്നു. ആ വിശുദ്ധർ എന്തിൽ നിന്നുണ്ടായി? പരിശുദ്ധ കുർബാനയുടെ ശക്തിയിൽ നിന്നുണ്ടായത്. അത് നമ്മൾ ചേർന്ന് ദൈവത്തിന് അർപ്പിക്കുന്നതാണ് ബലി, അല്ലാതെ ഒരു വ്യക്തി മാത്രം അർപ്പിക്കുന്നതല്ല. അവിടെയാണ് അതിൻ്റെ അത്ഭുതം ഇരിക്കുന്നത്. നമ്മൾ ചേർന്ന് നിന്നുകൊണ്ട് നമ്മളും കൂടി ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് ദൈവം അവിടെ സംപ്രീതനാകുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ വിശുദ്ധിയിൽ നിന്നോ പൂർണ്ണതയിൽ നിന്നോ അല്ല ബലി പൂർത്തിയാകുന്നത്. അങ്ങനെയുള്ള ബലികളുടെ ശക്തിയിലാണ് പലരും ഇന്ന് വിശുദ്ധരായി ഭൂമിയിൽ നിലകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം. ഈ അടിസ്ഥാനത്തിൽ ഈ വചനത്തെ ഇന്നത്തെ ക്രിസ്തീയ തലമുറ വിലയിരുത്തി കേട്ട് മനസ്സിലാക്കി നമ്മൾ എന്താണ്, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ.